ആപ്പിൾ കുട്ടീസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ, കോഫി പുഡിംഗ്. അപ്പൊ അതിന് നമുക്ക് വളരെ കുറച്ച് സാധനങ്ങളെ ആവശ്യമുള്ളൂ. ഇപ്പൊ നമ്മൾ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് മടിയാണല്ലേ, കുറച്ചധികം സാധനങ്ങളൊക്കെ വേണം, കുറെ പണിയെടുക്കണം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അതൊന്നും വേണ്ട, വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ഒരു പുഡിംഗ് ഉണ്ടാക്കാം എന്നാണ്. അപ്പൊ അതിനുള്ള സാധനങ്ങൾ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ഇതിലേക്കായിട്ട് ഞാൻ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് ഒരു പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലാണ് ഞാൻ പുഡിംഗ് ഉണ്ടാക്കുന്നത്. വേറെ നല്ല പാത്രം എടുക്കാം കേട്ടോ, ഞാൻ ചോറും പാത്രത്തിൽ ഉണ്ടാക്കണു എന്ന് മാത്രം. ഇനി അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയാണ്. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഫ്ലോർ 3 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് കോൺഫ്ലോർ. പിന്നെ നമുക്ക് ആവശ്യം ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ് കേട്ടോ. അപ്പം ഞാൻ 2 രൂപയുടെ 2 പാക്കറ്റ് ബ്രൂ ആണ് എടുത്തിരിക്കുന്നത്. ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള കോഫി പുഡിംഗ് നമുക്ക് ഉണ്ടാക്കാം. ഈ ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി വെക്കണം കേട്ടോ, കുറച്ച് തുണ്ട് മാത്രം ഒന്ന് വെളിച്ചെണ്ണ തടവിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ എടുത്തിരിക്കുന്ന പാലുണ്ടല്ലോ, ആ പാലിൽ നിന്ന് കുറച്ച് പാല് മാറ്റി വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ കോൺഫ്ലോർ ഒന്ന് കലക്കി വെക്കണം. അപ്പം ഞാൻ അതിൽ നിന്നൊരു 1/4 ഭാഗം പാല് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് നമ്മുടെ കോൺഫ്ലോർ ഇട്ട് കട്ട കെട്ടാതെ അതൊന്ന് കലക്കിയെടുത്തു കേട്ടോ. ഇനി നമ്മുടെ ബാക്കിയുള്ള പാലില് ഞാൻ ആ പഞ്ചസാര ചേർത്തിട്ട് നമ്മുടെ സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ പഞ്ചസാര മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് തന്നെ ബ്രൂവിൻ്റെ ആ കോഫി പൗഡർ കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് തിളച്ച് വരുമ്പോഴേക്കും ഞാൻ ബ്രൂവിന്റെ ഈ 2 പാക്കറ്റിലെ പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ പാലും പഞ്ചസാരയും ഇൻസ്റ്റന്റ് കോഫി പൗഡറും കൂടി മിക്സ് ചെയ്ത് ആ ഒരു മിക്സ് തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ കോൺഫ്ലോറും പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് തീ കുറയ്ക്കണം കേട്ടോ. തീ കുറച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ചായ ഇടണം. അപ്പൊ ഇത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ തീ നമ്മൾ നന്നായിട്ട് കുറച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷവും നമ്മളൊരു 1 മിനിറ്റിന് താഴെ ഇത് നന്നായി ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. കറണ്ട് പോയി സത്യാണ്. അങ്ങനെ ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാത്രത്തിൽ ഒഴിച്ച് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം ഒരു 2 മണിക്കൂർ. അപ്പൊ ഞാൻ ഈ പാത്രമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഏത് പാത്രം വേണമെങ്കിൽ എടുക്കാം. അതിൽ ഞാനൊന്ന് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ടുണ്ട്.
ഇത് അടച്ച് നമുക്ക് ഫ്രീസറിൽ വെക്കാം കേട്ടോ. ഒരു 2 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ എടുത്ത് നോക്കാം. അങ്ങനെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ പുഡിങ് എടുത്തുട്ടോ ഫ്രീസറിൽ നിന്ന്. ആയോ ഒന്ന് തുറന്ന് നോക്കാം. ഓ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് നോക്കാട്ടാ. കുറച്ചും കൂടി ആവണം ശരിക്കും അല്ലേ? പക്ഷെ ഇവിടെ ഭയങ്കര ധൃതിയാണ് ഇവർക്ക്. അപ്പൊ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഈ പുഡിങ് അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നല്ലൊരു വീഡിയോ വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.